എനിക്ക് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഒത്തിരി പുതിയ ചിന്തകളാണ് ദിവസങ്ങൾ ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച 3-4 കാര്യങ്ങൾ പെട്ടെന്ന്. ഒന്ന്, ഈ മുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞുണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അത് ശരിക്കും ഇച്ചിരി ചൂടൊക്കെ കിട്ടിയാൽ മതി. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അത് തന്നെത്താൻ ഇങ്ങനെ വളർന്നു വരികയും തന്നെത്താൻ ഈ തോട് പൊട്ടിച്ച് പുറത്തിറങ്ങുകയും ചെയ്തോളൂ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്, നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾ. എന്താണ് സ്റ്റാറ്റസ്? എത്ര മാത്രം ഈശോ നിറഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം ജ്ഞാനമുണ്ട്, എത്ര വചനം അറിയാം, എത്ര നേരം നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റും. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു സോളാണല്ലോ, നമ്മളൊരു പേഴ്സൺ ആണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ അതാണെന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. പിന്നെ മൂന്നാമത്, ഇഫ് യു ഹാവ് എ വേ, forget that way and look for another way, go a different way, then you will reach somewhere there is no way at all, that is the way. അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാക്ക്, കഴിഞ്ഞ ദിവസം ബ്രദർ അത് പറഞ്ഞു, കാരണം നമ്മുടെ കുറച്ച് ഐഡിയാസ് ഇടുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഒത്തിരി സഹനങ്ങൾ നമുക്ക് വരുന്നതെന്ന്. അപ്പം ശരിക്കും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ, നമ്മുടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും ഹോംവർക്ക് ഇന്നലെ വായിച്ചപ്പോഴും അതാണ് പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം അയക്കണമേ, അതെന്നിൽ വർക്ക് ചെയ്യട്ടെ. അങ്ങനെയുള്ള ജ്ഞാനം 9-10 വചനം എന്നെ സ്പർശിച്ച് ഹോംവർക്ക് ചെയ്തപ്പോൾ. ഇനി ആ മീൻകറിയുടെ എക്സാമ്പിൾ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അതായത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം, അത് നമുക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചേരത്തുള്ള. കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നൊരു മീൻകറി, അത് സ്പെഷ്യലാണ്. അത് പപ്പയുടെയും മമ്മിയുടെയും മീൻകറി പോലല്ല. അത് നമുക്കേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ചേരത്തുള്ളൂ. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. കാരണം നമുക്ക് വേണ്ടി, ഓരോ വ്യക്തിക്ക് വേണ്ടി ഈശോയ്ക്കൊരു യുണീക്ക് പ്ലാൻ ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വേറൊരാളെ നോക്കി, നമുക്കിപ്പം തോമസ് പോൾ ബ്രദറിനെ നോക്കിയിട്ട് നമ്മൾ വേറെ തോമസ് പോൾ ബ്രദർ ആവാൻ ഉള്ള ആ മീൻകറി അല്ല നമ്മുടെ മീൻകറി. നമുക്ക് വേറൊരു മീൻകറിയാണ്, കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ള, വേറെ എങ്ങും കാണാത്ത ഒരു യുണീക്ക് മീൻകറിയാണ് ഈശോ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ഭാഗ്യമായി ഇപ്പോൾ ഈ ധ്യാനം കൂടിയത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.